വിളിച്ചു, എന്നെ വിളിച്ചിട്ട് ഇന്ന് സൈത്തിനെ പൊരിക്കാൻ പോവാ, നിങ്ങളുടെ ഭർത്താവിനെ വെള്ളം ഉറപ്പിച്ച് കാണണം. എന്നെ ആ സംഘടനയിൽ നിന്ന് മാറ്റി എന്തിനാണെന്നറിയോ? എടാ നിനക്ക് ഇതല്ല, നീ എന്തിനാണ് വെറുതെ കിടന്ന് ഈ നന്ദിയില്ലാത്തവർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്? അമ്മച്ചിയപ്പം മര്യാദയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം കട തുടങ്ങി മൂത്രവും പോകുന്നില്ല. ആ കത്തുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല, നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളുടെയാണ്. ആ മെന്റാലിറ്റിയിലാണ് ഞാൻ പോകുന്നത്. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല. സമയദോഷം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഭാഗ്യലക്ഷ്മി ഒന്നും പറയണ്ട, ഞാനവിടെ വടിയായിട്ടിരുന്നു. അത് മനസ്സിലായി എന്തോ ഞാൻ ഇന്നലെ കൂടി ആവശ്യപ്പെട്ട ഒരു സാധനമാണ്. മനസ്സിലായില്ലേ? അല്ല അത് അതാ ശരിക്കും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് ആൾക്കാരെ ഡബിംഗ് മേഖലയിലോട്ട് കൈപിടിച്ചു കൊണ്ടുവന്ന ആൾക്കാർ. അതേപോലെ ഈ ഡബിംഗ് എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യം പടുത്തുയർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് സജിത്തേട്ടൻ. അങ്ങനെ അല്ല, ഡബിംഗ് പടുത്തുയർത്തുന്നതല്ല, ഇവിടെ സംഘടനാപരമായ ഇവിടെ എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സൈതന് വേറെ പണിയില്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെട്ട് അവിടെ ഒരു നേതൃത്വ നിലയിൽ നിന്നുകൊണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പിറകോട്ട് പോകുന്നതിന്റെ കാരണം ഒരുപാട് പറയണം. അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം അതിന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ മാക്ട ഫെഡറേഷനുള്ള സമയത്ത് വിനയനായിരുന്നു ഞങ്ങളുടെ നേതാവായിട്ടുണ്ടായിരുന്നത്. വിനയൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഒരു മുറിയിൽ ഞങ്ങൾ താമസിച്ച് അഭിനയിച്ചിട്ടുള്ള ആള്. ഇതിലാണ് ഇടനിലങ്ങൾ എന്നുള്ള പഠിച്ചത്. ആ ഒരു ബന്ധത്തിലുള്ള സമയത്താണ്. അപ്പം നമ്മൾ നേതാവായിട്ട് അന്ന് ഇവിടെ മാക്ട ഫെഡറേഷൻ്റെ ചെയർമാനായിട്ട് വിനയനുണ്ടായിരുന്നു. വിനയനാണ് ഈ ട്രേഡ് യൂണിയൻ കൊണ്ടുവന്നത് ഇവിടെ. അപ്പോൾ ഈ എല്ലാ 24 ക്രാഫ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ബൈലോ ഉണ്ടാക്കലും എല്ലാ കാര്യത്തിലും ഭാഗ്യലക്ഷ്മി ഞാനും കൂടെ ഉണ്ട്. വേറെ ആരും ഡബിങ് ആർട്ടിസ്റ്റുകൾ ആരും ഇല്ല. ബാക്കി എല്ലാവരും തിരക്കാണ് ഇവിടെ. ഞാനും ഭാഗ്യലക്ഷ്മിയും കൂടാണ് എല്ലാം ഈ ജോൺ ബോളിൻ്റെ പുറകെ നടന്ന് ബൈലോ ഉണ്ടാക്കുന്നത്. ഉണ്ണികൃഷ്ണനും ഒക്കെ ഉണ്ട്. അങ്ങനെ ബൈലോ ഉണ്ടാക്കി നമ്മളൊരു സംഘടനയായി രൂപീകരിച്ച് പോകുന്നത്. ആ സംഘടന ഫോമായി ഇപ്പം ഞാൻ പറഞ്ഞ എറണാകുളവും തിരുവനന്തപുരം 2 പ്രധാന ഭാഗങ്ങളാണ്. അപ്പം തിരുവനന്തപുരത്ത് എറണാകുളത്തും ഈക്വലായിട്ടുള്ള പ്രാതിനിധ്യം വേണം. അപ്പോൾ നിങ്ങൾ 5 കമ്മിറ്റി മെമ്പർ അവിടെ തിരുവനന്തപുരത്താണെങ്കിൽ ഒരു 5 കമ്മിറ്റി മെമ്പർ എറണാകുളത്തും വേണം. പ്രസിഡന്റ് അവിടെ ആണെങ്കിൽ ജനറൽ സെക്രട്ടറി ഇവിടെ, അല്ലെ പ്രസിഡന്റ് ഇവിടെ ആണെങ്കിൽ ജനറൽ സെക്രട്ടറി അവിടെ, ട്രഷറർ ജനറൽ സെക്രട്ടറി എവിടെയുണ്ടോ അവിടെ ട്രഷറർ. അപ്പോഴങ്ങനെ പറഞ്ഞ അവസാനം പ്രസിഡന്റ് പോസ്റ്റ് എനിക്ക് തന്നു. ജനറൽ സെക്രട്ടറി പോസ്റ്റ് ഭാഗ്യലക്ഷ്മി എടുത്തു. ട്രഷററായിട്ട് അരവിന്ദാവിനെ അവിടെ വെച്ചു തിരുവനന്തപുരത്ത്. അങ്ങനെ അപ്പം ഒരു തീരുമാനം എടുക്കുമ്പോൾ 5 പേര് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ പോകുന്നത്. പിന്നീട് കാലക്രമേണ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ചില കാര്യങ്ങളിൽ അന്ന് തുടക്കം തന്നെ ആറ്റുകാൽ തമ്പിയുടെയും അലിയാർ സാറിൻ്റെയും മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലാണ് പ്രശ്നം തുടങ്ങുന്നത്. അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കില്ല എന്ന് വാശി പിടിച്ച് ഉണ്ടായി. കൊടുക്കണം എന്നുള്ള ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ഞാനത് കൊടുക്കണം എന്നുള്ള നിലപാടായിരുന്നു. നമ്മുടെ ബൈലോയിലെ 7ാമത്തെ ക്ലോസ് എന്ന് തന്നെ പറഞ്ഞാൽ ടു കോർഡിനേറ്റ് ദ ഡബിങ് ആർട്ടിസ്റ്റ്. അപ്പം അത് കൊടുക്കണം എന്നായിരുന്നു. അപ്പം കൊടുക്കില്ല. അങ്ങനെ ആ ഇഷ്യൂ അങ്ങ് വളർന്ന് അപ്പം ശ്രീജയുടെ ഹസ്ബൻഡിന് ഇവിടെ മെമ്പർഷിപ്പിൻ്റെ കാര്യം ഇപ്പം അവർ ഏത് പടമാണ് ചെയ്തത്? 3 പടം ചെയ്യണമെന്നാണ്. അയാൾ പടം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത 5 പടങ്ങൾ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് പണ്ട് മദ്രാസിൽ വെച്ച്. അങ്ങനെയൊക്കെ ഇഷ്യൂ ആയി. മൊത്തത്തിൽ എന്തൊക്കെയോ ഇഷ്യൂ ആയപ്പോഴത്തേക്കും അവസാനം ഭയങ്കരമായിട്ട് എൻ്റെ മേലിൽ അലിഗേഷൻ കൊണ്ടുവന്നു. ഞാൻ 24 മണിക്കൂർ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ നടന്ന ആൾ അവസാനം എനിക്കില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല. അപ്പം അതിന് ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊരു പോളിസി ഉണ്ടല്ലോ ബ്രിട്ടീഷുകാരുടെ. ആ റൂളാണ് ഇവിടെ ഉണ്ടാക്കി. ഇവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഒറ്റക്കെട്ടായിരുന്നു. ഇവിടുന്ന് ഒരു 10-12 പേരെ ഒരു വിഘടിച്ച് വേറെ സെപ്പറേറ്റ് ആക്കി നിൽക്കുന്നൊരു സിറ്റുവേഷൻ കൊണ്ടുവന്നു. അങ്ങനെ അവസാനം ഞാൻ ഇനിയിപ്പം നമുക്കിത് തുടർന്നിട്ട് കാര്യമില്ല. കാരണം അത്രയും നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലെ നിന്ന ആ 12 പേര് എന്നും മറക്കാൻ പറ്റില്ല. അവർ നമ്മളെ എന്നിട്ട് ഞാൻ നിൽക്കുന്നതിലൊരു വിഷമമുള്ള പോലെ തോന്നിയപ്പോഴത്തേക്കും ഞാൻ രാജിവെച്ചു. ഇനി ഒരിക്കലും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് എനിക്കിതാണ് അവസ്ഥയെങ്കിൽ പിന്നെ ഞാൻ രാജിവെച്ചിട്ട് പറയും ഇനി മേലിൽ ഈ സംഘടനയുടെ തലപ്പത്ത് ഞാൻ ഇരിക്കില്ല എന്ന്. എൻ്റെ മനസ്സിൽ അവർക്ക് നഷ്ടം, ഒരു നല്ല സംഘാടകനെ അവർ നഷ്ടപ്പെടുത്തിയതേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഞാൻ വലിയൊരാളെന്നൊന്നുമല്ല, ഞാൻ നല്ലൊരു സംഘാടകനായിരുന്നുള്ളൂ. അതിനുശേഷം എന്നെ തളയ്ക്കാൻ വേണ്ടി ഒരുപാട് ഇഷ്യൂസ് കൊണ്ടുവന്നു. അതൊന്നും എൻ്റെ കയ്യിലൊന്നും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇതിനിടയ്ക്കൊരു കുറച്ച് 86 പേർക്കൊന്നും ഞാൻ മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ രഹസ്യമായി മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ കൊണ്ടുവന്നു. അതൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. മാക്ട ഫെഡറേഷൻ്റെ മുകളിലായിരുന്നു. എന്നെ വിളിച്ചിട്ട് ഇന്ന് സൈത്തിനെ പൊരിക്കാൻ പോവാന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഞാൻ ചെന്ത് പൊരിക്കാൻ പോയി. പൊരിച്ചോട്ടെ എന്ന് ചെന്നപ്പോഴത്തേക്കും
ഇങ്ങനെ ഒരു 86 പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തായിട്ടൊരു ഇത് കണ്ടല്ലോ എന്ന് പറയും. ഞാൻ പറഞ്ഞു 86 പേരോ അറിയില്ല, അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാ ലിസ്റ്റ്. ഇപ്പം TDU ടെമ്പററി ഡബ്ബിംഗ് യൂണിയൻ എന്നുള്ള രീതിയിൽ 86 ലിസ്റ്റ് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഏതോ സുകുമാരൻ മറ്റേ ആണുങ്ങളാണ് മുഴുവൻ. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരാളെ വിളിച്ച് ചോദിക്കും, അവർ പറയും ആരാന്ന് പറയും, ആരാ മെമ്പർഷിപ്പ് കൊടുത്തത് അറിയാമല്ലോ. അപ്പോൾ അതിലൊരാളെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ ഞങ്ങൾക്ക് എൽദോ ആണ് മെമ്പർഷിപ്പ് വന്നത്. എൽദോയോ? സജിത്തല്ലേ? സജിത്താര അറിയില്ല. എൽദോ ആരാ? ഞങ്ങളെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റാ എൽദോ. അപ്പോൾ ഇത് ടെമ്പററി ഡ്രൈവേഴ്സ് യൂണിയനായിരുന്നു. അത്ര പോലും നമ്മുടെ ഇവിടുന്ന് എൻ്റെ കൂടെയുള്ള വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചിരിക്കുന്നത്. ഇന്നും അവരെൻ്റെ കൂടെയുണ്ട് വളരെ സ്നേഹത്തോടെ. ഞാൻ അവരോട് ഇന്നും ഒരു വൈരാഗ്യം കാണിച്ചില്ല. വയസ്സനൊക്കെ പറയാറുണ്ട് ഇതൊന്നും കിട്ടിയിട്ട് പോലെ. ഞാനത് അങ്ങനെ ഞാനത് അതിനുശേഷം എനിക്ക് വർക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം ഇവരെയൊക്കെ വിളിച്ച് വർക്ക് ചെയ്യിപ്പിച്ചു. അത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇവരെ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് സ്വാധീനിച്ചൊന്നും ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. കാരണം അത്രയും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതാണ്. അല്ല, ഏറ്റവും വേദന ഉണ്ടാക്കിയ എനിക്കൊരു അനുഭവം വെച്ചാൽ ഒരാളെ വിളിച്ചിട്ട് വത്സമയോട് പറഞ്ഞതാണ്, നിങ്ങളുടെ ഭർത്താവിനെ വെള്ള പുറപ്പിച്ച് കാണണം. ഓരോ അമ്പലത്തിലും പോയി ഞാൻ ഓരോ തിരി ഞാൻ കത്തിക്കും. ഓരോ തിരി കത്തിക്കുമ്പോഴും എൻ്റെ ഓരോ കണ്ണുനീര് ഞാൻ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ 23 അമ്പലത്തിൽ ഞാൻ അവനെ വെള്ള പുറപ്പിച്ച് കാണാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ നാളെ അനുഭവിക്കും. നീ വിധവയായിട്ട് നീ എൻ്റെ അടുത്ത് നിന്ന് പറയും. വെറുതെ അല്ല നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാത്തത് അടക്കം പറഞ്ഞ ആൾക്കാർ ഇന്നും ഉണ്ട്. പിന്നെ ഈ സംഘടനയെ പ്രവർത്തിക്കണോ? ഇത്രയും അനുഭവം കിട്ടിയിട്ട്. പക്ഷെ എനിക്ക് വത്സമ ഞാൻ വരുമ്പോ വത്സമ കരഞ്ഞിങ്ങനെ ഇരിക്കും. ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോ ഞാൻ ചോദിച്ചു എന്താ കരഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞു സഹിതേട്ടാ ഇങ്ങനെയാണോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ അവരോരോ അമ്പലത്തിൽ പോയി ഓരോ തിരി കത്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ പടി മുകളിലോട്ടേ കയറുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ നിമിഷം വരെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ സത്യമാണ്. ദൈവം ഒരു സാധാരണ നിസ്സാരമൊന്നുമല്ല. എന്നെ ആ സംഘടനയിൽ നിന്ന് മാറ്റി എന്തിനാണെന്നറിയോ? എടാ നിനക്ക് ഇതല്ല, നീ എന്തിനാണ് വെറുതെ കിടന്ന് ഈ നന്ദിയില്ലാത്തവർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്? നീ സ്വന്തമായിട്ട് ഇത് ഒരു സ്റ്റുഡിയോ തുടങ്ങടാന്ന് ദൈവം എനിക്ക് തന്ന വഴിയായത്. ആ സമയത്ത് ഞങ്ങള് ഈ പ്രശ്നമുണ്ടായി. എന്നിട്ട് ഞങ്ങള് 9 മാസം വിലക്കി. 9 മാസം ഞങ്ങൾ ഒരു തിയേറ്ററിൽ പടിയാവിട്ടിട്ടില്ല. ഞങ്ങളെ ഇത്രയും സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എന്നെ വത്സമ ചെയ്ത തെറ്റെന്താണ്? എൻ്റെ ഭാര്യയായി എന്നുള്ള തെറ്റാ. ഞാൻ സംഘടനാ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ അവസാനം എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം വന്നതിന് ശേഷം ഫെഫ്ക എന്ന് പറഞ്ഞ പേരിൽ ഞാൻ ഒരു സൊസൈറ്റി ആക്ടിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ജനറൽ സെക്രട്ടറി ഞാനായിരുന്നു എന്ന പേരിൽ. എന്നിട്ട് അവർക്ക് കേസ് കൊടുത്തു. ഫെഫ്ക എന്നുള്ള പേര് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. വിനയനൊക്കെ എൻ്റെ കൂടെയുള്ളതാണ്. കേസ് കൊടുത്തു. ആ പ്രശ്നം അവസാനം കോംപ്രമൈസ് ആകുമ്പോൾ ഞാനങ്ങ് വിട്ടു. ആ ഫെഫ്സി ഇതിലുണ്ടായിരുന്ന നമ്മൾ ഈ മെറ്റാ ഫെഡറേഷൻ സംഘടന പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടായിരുന്ന ഞങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല. 12 പേരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ജയിക്കാം. പിന്നെ കേസ് കൊടുത്ത് ഇവരുടെയൊക്കെ പുറകെ പോയി നിൽക്കേണ്ട വേണ്ട. അതിനെക്കാട്ടും നല്ലത് വേറെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഗാർമെന്റ് ബിസിനസ്സാണ്. ഗാർമെന്റ് ബിസിനസ്. അത് ഞങ്ങൾ 10% ഡിസ്കൗണ്ടിൽ തുണി വെക്കുക. ഞാനൊരു ദിവസം നടന്ന് നമ്മുടെ ഉബ്രാൻ മാളിൽ വന്ന് അവിടെ മറ്റേ ട്രെൻഡ്സിൻ്റെ റിലയൻസിൻ്റെ കടയിൽ കയറിയപ്പം 100% ഫ്രീ. ഞാൻ പറഞ്ഞു അതെങ്ങനെ? നിങ്ങൾ 2500 രൂപ തുണി വാങ്ങൂ, 2500 രൂപ ഫ്രീ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ 2500 രൂപ തുണി വാങ്ങിച്ചു. 1500 രൂപ തുണി വാങ്ങിച്ചു. 1500 രൂപ ടോക്കൺ തന്നെ എനിക്ക് 1500 രൂപ. ഇത് നിങ്ങൾ മാർച്ച് 18-ാം തീയതി ഒരു 4 മണി തൊട്ട് 8 മണി വരെ സമയത്തുള്ളത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടും. ഞാൻ ആ മാർച്ച് 18-ാം തീയതി എന്ന് പറയാം 5000 രൂപയുടെ തുണി വാങ്ങും, ഈ ഫ്രീ പിടിച്ചു വന്നു. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ നമ്മൾ ഈ 10% ഡിസ്കൗണ്ട് കൊണ്ട് നടക്കുമോ? അവസാനം അത് മുഴുവൻ ഈ എന്ത് കാര്യം ആദായക്കടക്കാർക്ക് 4000, 5000, 1000 രൂപയുടെ തുണിയൊക്കെ 350 രൂപ പോലും കിട്ടിയില്ല. ഒരു പീസ് 150 വെച്ച് കൊടുക്കേണ്ടി വന്നു. അപ്പോഴും കഷ്ടം തന്നെയാണ്. പക്ഷെ ദൈവം എന്നാലും മുമ്പ് അപ്പോഴും അവിടെ അത്രയും അതില് ഇങ്ങനെ മലന്ന് കിടക്കും. വീട്ടിലിങ്ങനെ മല കിടക്കുമ്പം ഉറക്കം വരുന്നില്ല. അപ്പം നേരം വെളുക്കുന്നില്ല. അപ്പം ഞാൻ പറയാ മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല, മൂത്രം പോകുന്നില്ല. അപ്പം അമ്മച്ചി അപ്പം മര്യാദയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം കട തുടങ്ങി മൂത്രവും പോകുന്നില്ല. ആ കടയുടെയൊക്കെ കഥ പറയാണ്ട് ഒരുപാടുണ്ട് കേട്ടോ. അതിപ്പോ പറയാൻ പറ്റില്ല. ഒരുപാട് അത് അനുഭവങ്ങളിലൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോഴും ആരുമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും നമ്മള് എന്ത് കിട്ടിയാലും ഇതൊക്കെ ഞാനിപ്പം നടത്തുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല, നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളുടെയാണ്. ആ മെന്റാലിറ്റിയിലാണ് ഞാൻ പോകുന്നത്. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല.
ഒരു കുടുംബം. അങ്ങനെയല്ലേ അതിനെ കാണുന്നല്ലേ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ട്, നമ്മുടെ പ്രത്യേകത ഉണ്ട്, ഇവിടെ അധികാരം കൊടുക്കുന്നുണ്ട്, ഒന്നുമില്ല. ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ. അവർക്കെല്ലാം ശമ്പളം വിതരണം ചെയ്യാനൊക്കെ ആയിട്ട് കിട്ടുന്ന പൈസ അപ്പം കൊടുക്കാനായിട്ട് ആളെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പോസ്റ്റ് കൂടി ഇല്ല. അങ്ങനെയാണ് ഇവിടെ പോകുന്നത്. അതപ്പോൾ അതിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് ഈ അനുഭവമാണ്. മറക്കൂല അനുഭവം, ജീവിതത്തിൽ മറക്കൂല. ഇനി കഷ്ടകാലം എന്ന് പറഞ്ഞ സാധനമുണ്ട്. കഷ്ടകാലം വന്നാൽ ഡാഷാവുന്നൊരു കേസുണ്ട്. ഈ സമയത്ത് ഇത് സംഭവം അന്ന് നടക്കുമ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ എനിക്കൊരു പേഴ്സണൽ ബുക്കുണ്ട്, മിനിറ്റ്സ് ബുക്ക്. ഈ ബുക്ക് പിന്നെ അവരുടെ കയ്യിലായിപ്പോയി. യാദൃശ്യ എൻ്റെ എടുത്തുകൊണ്ട് പോയതാ അവർ, ഞാൻ ചിന്തിച്ചില്ല. അപ്പം അത് വെച്ചിട്ടാണ് ഇവിടെ വിഘടനവാദം, ഞങ്ങൾ വിഭാഗീയത ഇവിടെ എറണാകുളം തിരുവനന്തപുരം കളിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ അലിഗേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ എറണാകുളത്തുള്ള ആളാണ്, എറണാകുളത്തെ മെമ്പേഴ്സിനെ എനിക്ക് കാണേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ അവിടെ ഉണ്ടല്ലോ, നിങ്ങൾ തിരുവനന്തപുരത്തുണ്ടല്ലോ, രണ്ടിനും ഓഡിറ്റ് ചെയ്യാം. ഒരു കേക്ക് ന്യൂ ഇയറിലൂടെ കട്ട് ചെയ്തതാണ് എനിക്കെതിരെ ഇഷ്യൂ ആയത്. ആ കേക്ക് എറണാകുളത്തെ മെമ്പേഴ്സ് മാത്രമാണ് കഴിച്ചത്, തിരുവനന്തപുരത്തെ ഒരു അംഗം പോലും കഴിച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ ഒരു മീറ്റിംഗ് കൂട്ടിയിട്ടൊരു കേക്ക് വാങ്ങിച്ചു കൊടുത്തൂടെ. അങ്ങനെ ഒരു 550 രൂപയുടെ കേക്ക്, അതിൻ്റെ ബില്ല് അതിനകത്ത് എന്നാണ് എൻ്റെ പേരിലുള്ള അലിഗേഷൻ. 550 രൂപയുടെ ഒരു കേക്കിൻ്റെ ബില്ലായിരുന്നു, അറിയോ എന്തെല്ലാം. അതിനുശേഷം ഈ മിനിറ്റ്സ് ബുക്ക് ചോദിച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്കും ഭാഗ്യലക്ഷ്മിയാണ് ജനറൽ സെക്രട്ടറി. ഞാൻ ഭാഗ്യലക്ഷ്മി വിളിച്ചപ്പോൾ എൻ്റെ മിനിറ്റ്സ് ബുക്ക് തരണം. അപ്പോൾ അവർ ഡ്രസ്സ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിക്കാൻ. ഞാൻ ഇന്ന് അവാർഡ് നൈറ്റ് ഇതാണ് പോകണം എനിക്കെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് മിനിറ്റ്സ് ബുക്ക് വേണം. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മുകളിൽ എൻ്റെ കൂടെ വന്നു പറഞ്ഞു. കൂടെ പോയി ഏതൊരു വലിയ ഹാളിൽ ഈ ഇത് വിതരണം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് ഇവർ ഠീങ് അകത്തോട്ട് കയറിപ്പോയി. ഞാൻ പുറത്തായി പോയി. മെയിൻ ഗേറ്റില്ല, ഈ ഹാളിലേക്ക് പെട്ടെന്ന് കയറിപ്പോയി. ഞാൻ പുറത്തായി പോയി. ഞാനെന്താ ചെയ്യുക, വെറുതെ ഒന്ന് പുറത്തേക്കണ്ടേ. ഞാൻ അവിടുന്ന് അല്ലടമങ്ങാനെ വിളിച്ച്, അല്ലേ എടാ ഒരു ടിക്കറ്റ് സംഘടിപ്പിച്ചോടെ, എനിക്കും ഇതിനകത്ത് എൻ്റെ ഭാഗ്യം പുറത്തിട്ട് പോയി, എനിക്കകത്ത് കയറണം, എങ്ങനെയൊക്കെ ഒരു ഇതാ എന്ന് പറയുമ്പോൾ പറഞ്ഞു ഇല്ല കേട്ടാ. പിന്നെ വേറെ ആളെ ബാബുവിനെ വിളിച്ച് അവർ ഇല്ല ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്തൊരു വിഷയം. ഞാൻ എന്ത് ചോദിച്ചു, അല്ല ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭാഗ്യലക്ഷ്മി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഭാഗ്യലക്ഷ്മി എന്നെ ഇവിടെ പുറത്താക്കി അകത്തോട്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴും ഭാഗ്യലക്ഷ്മി പുറത്തോട്ട് വന്നിട്ട് എന്നെ എങ്ങനെ വിളിക്കുന്നത് വന്നു പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പോൾ അവർ 2ാമത്തെ റോയിൽ എനിക്ക് സീറ്റ് പിടിക്കാൻ പോയതായിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ചിന്തിച്ചത് അവരെന്നെ പുറത്താക്കി പോയിന്നല്ലേ. 2ാമത്തെ റോയിൽ ലെനിൻ രാജേന്ദ്രൻ ആരെ ഇപ്പുറത്തേക്ക്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് എനിക്കൊരു സീറ്റ് പിടിച്ചിട്ട് സജിത്തെ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ഫോൺ അടിക്കുന്നു. ഫോണുണ്ട്. ഹലോ അലിനും കാര്യം, എൻ്റെ ചേച്ചി എന്തിനാ ഇങ്ങനെ ഈ കാണിക്കുന്നത്? ആ സഹിത്തേട്ടനെ പുറത്താക്കിയിട്ട് ചേച്ചി അകത്ത് ഈ സൂഹിക്കുകയാണ്. ചേച്ചി ആ മനുഷ്യൻ പുറത്ത് നിൽക്കുക എന്നോട് പച്ച കള്ളത്തരം പറയുന്നൊരു മനുഷ്യൻ. അതാണ് സമയദോഷം. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഭാഗ്യലക്ഷ്മി ഒന്നും പറയണ്ട, ഞാനവിടെ വടിയായിട്ടിരുന്നു. അത് നമ്മുടെ സമയദോഷം. അപ്പൊ ഈ പടി നമുക്ക് പറഞ്ഞല്ല. ഇതൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അവരെയല്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മുടെ സമയദോഷം അനുഭവിച്ചേ പറ്റൂ. അപ്പം പറഞ്ഞത് പരമശിവന് പോലും എന്താ ഒരു ഓട്ടോപ്പി വിളിക്കേണ്ട ഗതികേട് വന്നില്ലേ, എന്നിട്ട് കമ്പിട്ട് കുത്തിയില്ല ഒറ്റയ്ക്ക്. ഇനി എന്താ, ഇത് ഞാൻ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതത്തില്. ഇനിയാണ് നമ്മുടെ യഥാർത്ഥം സെഗ്മെന്റ്, പുതിയൊരു സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചാറ്റ് വിത്ത് അഥീനയിലെ ഒരു പുതിയ സെഗ്മെന്റ്, അതാണ് മനസ്സറിയും യന്ത്രം. ഞാനൊരു ചോദ്യം ചോദിക്കും, അപ്പൊ അതിന് 2 ആൾ ഉത്തരം എഴുതിയാൽ മതി. 2 ആളുടെയും മനപ്പൊരുത്തം നോക്കാനുള്ള ഒരു സെഗ്മെന്റ് ആണ്. സജിത്തേട്ടൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്? അങ്ങനെ ഓരോന്നാ മൊത്തം കാണിച്ച പോലെ ഇപ്പൊ കാണിക്കും. എന്താണ് എന്താണ് കോപ്പ്? എന്താ പൊരുത്തം മനസ്സിലായില്ലേ? മനസ്സ് കോപ്പ്. അടുത്തത് എന്റെ കുട്ട
ശരി പോട്ടെ. അടുത്തത്. എന്നെ ഇങ്ങനെ മാറ്റിക്കണ്ടായിരുന്നു. അല്ല ഞാൻ മാത്രമല്ല കോപ്പതല്ല ഉത്തരണം പറയാൻ തുടങ്ങി. അറിയാമോ, പിന്നെ എപ്പോഴും സൈത്തട്ടും കൂടുതൽ വത്സു വത്സു ഇങ്ങനെ എപ്പോഴും വിളിക്കും. അങ്ങനെ പേര് വിളിക്കുക, പേര് പറയരുത്. അല്ലെ വാക്കെന്നേ പറഞ്ഞുള്ളൂ. പേര് പറയും. ഉപയോഗിക്കുന്ന വാക്ക്. പേര് എപ്പോഴും അല്ല പേരെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല അതാ വത്സു എന്നുള്ള വാക്കല്ലേ? അല്ല പേരത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് മറ്റൊന്ന്. വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഞാനോ? വാക്കാ, വാക്ക്, പദം, വേർഡ് എനിക്ക് കിട്ടുന്നത് ആലോചിക്കുന്നെങ്കിൽ കിട്ടി. എനിക്ക് കിട്ടി. എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടി. ഇതിലറിയാം മത്സമേ. ഇതാരുടെയും പേരല്ല. അല്ല സൈത്തേട്ടൻ എപ്പോഴും പേരല്ല, പേര് പറയരുത്, പേരെഴുതരുത്. അല്ലാതൊരു വാക്കാണ്. എനിക്ക് കിട്ടി. മത്സമ എനിക്ക് അറിയണം. ഇന്ന് രണ്ടിലൊന്ന് എനിക്കത് കൈപ്പറ്റെങ്കിൽ എന്നെ സംഭവിക്കും. എഴുതിയാ കാണിക്കട്ടെ. അയ്യോ സൈത്തേട്ടൻ എഴുതി കുട്ടാ. പേരല്ലല്ലോ. പേരല്ല കുട്ടാ, പേരല്ല കുട്ടാ, അതിന്റെ പേരല്ലല്ലോ. അല്ല എന്റെ എന്താ എഴുതിയെന്ന് പറ. എനിക്ക് വയ്യ. എനിക്ക് വയ്യാന്നാണോ? ഞാനല്ല, ഞാൻ എപ്പോഴും എന്നെ കുട്ടാന്നാ വിളിക്കുക. കുട്ടാന്നാ പേരല്ലേ? അതല്ലേ കുട്ടാന്നാ വിളിക്കുന്നത്. ഞാൻ എപ്പോഴും ഞാനാ ജയിച്ചോണ്ടിരിക്കുന്നത്. അടുത്ത പേര് പറ. നമ്മള് വിചാരിച്ചത് പറ. നമ്മളെന്താ വിചാരിച്ചേ? ഒരുമിച്ച് ഇല്ല, അങ്ങനെ വിളിക്കാറില്ല. കർത്താവെന്നും ഭർത്താവെന്നും വിളിക്കാറില്ല. ആണോ? ഞാൻ എപ്പോഴും സൈത്തട്ടൻ പറയാ എനിക്ക് വയ്യ സൈത്തട്ടൻ, എനിക്ക് ഭയങ്കര ക്ഷീണാന്നൊക്കെ പറയട്ടെ. സത്യമല്ലോ, കളാണ് പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കാറില്ല. അടുത്ത് പരീക്ഷ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അടുത്തത് റെഡിയല്ലേ? റെഡി. വെഡിങ് ആനിവേഴ്സറി എപ്പോഴാണ്? അതെന്തായാലും എഴുതും. വർഷം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. വർഷവും വേണം. വർഷം വേണോ? ഡേറ്റ്, ഡേ ആൻഡ് ഇയർ. എനിക്ക് മറവിയത്. ഡേറ്റും മാസമല്ലേ? ഡേറ്റ് വേണം, വർഷവും വേണം, ഡേറ്റും വേണം, മാസവും വേണം. കാണിക്കണം. അതെങ്കിലും ഒരുമിച്ച് ആവുമോ? അതെന്തായാലും മാറൂലല്ലോ. 22/2/2002. ഓക്കേ, അപ്പൊ 1 പോയിന്റ്. എനിക്ക് 3 പോയിന്റ്. 3 ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. വത്സു എന്നുള്ളൊരു കോപ്പ്. ഞാൻ എപ്പോഴും വീട്ടിൽ കൊണ്ടുവരാനാ കോപ്പ്. ശരിയായില്ല കോപ്പ്. ഓക്കെ, ഇത് രണ്ടുപേർക്കും കിട്ടുന്നതാ. ഈസി ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കാൻ പാടില്ല. ആദ്യമായി രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച നാടകം. അത് കിട്ടും. അടുത്ത പോയി പറഞ്ഞത് കാരണം ഒന്നിച്ച് കാണിക്കാൻ. ജ്വലനം. 2 പോയിന്റ്. യെസ്. ഓക്കെ, ഓക്കെ, ശ്രദ്ധിച്ചേക്കണേ. അതായത് ചേട്ടനോട് ചേച്ചി ഏറ്റവും കൂടുതൽ വാങ്ങാനായിട്ട് ആവശ്യപ്പെട്ട സാധനം. വാങ്ങാനായിട്ടോ? ചേട്ടനോട് ചേച്ചി എന്നോട് ചേട്ടനോട് വാങ്ങാനാ. ഇപ്പം മീനും അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഡ്രസ് അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പാടില്ല. പിന്നെ നമ്മള് കുറച്ച് എന്താ പറയാ, റൊമാൻറ്റിക് ആയിട്ടാ. ഉദാഹരണം പറ. വീട്ടിലെ സാധനങ്ങൾ പറയാൻ പാടില്ല. ബാക്കി പറ. വീട്ടിലെ സാധനങ്ങളൊന്നും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല ചേച്ചി. അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. വീട്ടിലെ മീൻസ് അടുക്കളയിലേക്കുള്ള സാധനങ്ങളല്ല. ആവശ്യപ്പെടാറില്ല. ഇപ്പോ ടൂറൊക്കെ പോകുന്ന അവസരങ്ങളിൽ, പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ചേട്ടാ എനിക്ക് ആ ഒരു സാധനം വേണം, വാങ്ങി വരുമോ? എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കിട്ടില്ലേ? ഏത്? എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ.
കിട്ടി കിട്ടി. എനിക്ക് മാർക്കല്ലേ ഭഗവാനെ, കിട്ടിയാ മതി. കാണിക്കട്ടെ മനസ്സിലേക്ക് തെറ്റിക്കാൻ പാടില്ല. കാണിക്കട്ടെ. ഞാൻ ഇന്നലെ കൂടി ആവശ്യപ്പെട്ട ഒരു സാധനമാണ്. ഇപ്പൊ തെറ്റ് ഉറപ്പാ. നോക്കട്ടെ, രണ്ടാളുടെ എന്താ കാണട്ടെ. എന്താണിത്? എന്താണിത്? എന്റേത് ഹൽവ എന്നാണ്. എന്നോട് എപ്പോഴും ഹൽവ കൊണ്ടുവരാൻ പറയും. എനിക്ക് അലുവ ഇഷ്ടമല്ല. വാങ്ങിക്കാൻ പറയുമല്ലോ. കോഴിക്കോട് വരുമ്പോ അലുവ വാങ്ങിച്ചോ. അതല്ലേ പറഞ്ഞു, കോഴിക്കോട് വരുമ്പോ അലുവ വാങ്ങിച്ചോണ്ട് വരാൻ പറയുമല്ലോ. ഇഷ്ടമല്ലോ. ഇപ്പൊ എന്താ എഴുതിക്കുന്നത്? അയ്യേ, KFC ചിക്കൻ. ഇന്നത്തെ കേസല്ലേ ഇത്? ഇതെപ്പോഴും ഞാൻ എപ്പോഴും മിക്കപ്പോഴും പറയാറുണ്ട് എനിക്ക് മേടിച്ചോണ്ട് ഞാനറിയില്ല. ഞാൻ അച്ഛന് വെച്ചു കൊടുക്കാറുണ്ട്. ഇതെല്ലാം എനിക്ക് 5 മാർക്കായി. അടുത്ത പറ കഴിഞ്ഞോ? ഞാൻ പറയട്ടെ എന്താ സാധനം. ചേച്ചിയുടെ കയ്യിലെന്താ? കുപ്പിവളയോ? അതാ കറക്റ്റ് അല്ലേ? പക്ഷെ അത് എപ്പോഴും ഞാൻ ചെന്നൈ പോകുമ്പോ ചെന്നൈ പോയപ്പോ ഒരിക്കലല്ല 3 പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തു. ചെന്നൈ 3 പ്രാവശ്യം ചെന്നൈയിൽ നിന്ന് 3 പ്രാവശ്യം വാങ്ങിച്ചു. അതെയാ? അപ്പൊ അപ്പോഴേ ഉള്ളൂ. അത് എപ്പോഴും പറയാറില്ല. മോള് പറഞ്ഞത് എപ്പോഴും പോകുമ്പോ ഇത് എപ്പോഴും പറയാറില്ല. അലുവ കഴിക്കൂല. ഭക്ഷണം കഴിക്കാനല്ല. എനിക്ക് അത്ര വലിയ അലുവ കോഴിക്കോട് എന്നിട്ട് അലുവ വാങ്ങിച്ചില്ലല്ലോ. ഇഷ്ടം ആദ്യമായിട്ട് ഇപ്പൊ പറയാണ് ഇന്ന് വാങ്ങിച്ചു കൊടുത്തിരിക്കും. മാറ്റമില്ല. ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. സത്യമായിട്ട് അച്ചു പറയാറുണ്ട്. അച്ഛാ KFC ചിക്കൻ, അച്ഛാ മറ്റേ എന്താ പിസ്ത. രണ്ടുപേരും ആദ്യമായി കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഒരുമിച്ച് പോയി കണ്ട സിനിമ. അയ്യോ സിനിമ സിനിമ ഒന്നും കണ്ടായിട്ട് ഓർമ്മയില്ല. സിനിമ എപ്പോഴാണ് കണ്ടെന്ന് ഓർമ്മയില്ല. അന്നേരം സിനിമയ്ക്ക് പോലുള്ള പ്രണയമൊന്നുമല്ലോ ഞങ്ങള്. ഓക്കെ, അത് പോട്ടെ. സജിത്തേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹീറോയിൻ. സജിത്തേട്ടൻ ഹീറോയിൻ പറഞ്ഞാൽ സജിത്തേട്ടന്റെ ഹീറോയിനോ? ഇഷ്ടപ്പെട്ട ഹീറോയിൻ എനിക്കോ? എനിക്കതിനൊന്നുമില്ല. വല്ല ഭക്ഷണത്തിന്റെ കാര്യം ചോദിക്കാനും ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഭക്ഷണം എഴുതാൻ പറ. അത് വരും. ഹീറോയിൻ ഏത് ഹീറോയിൻ? പെണ്ണുങ്ങളോട് അങ്ങനെ ക്രേസോ ക്രേസി ഇല്ല. അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല. മാറിയോ? ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളൊന്നും അങ്ങനെ എനിക്ക് അതുപോട്ടെ. അപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ഉണ്ടാവുമല്ലോ? ഇല്ല. ഇല്ലേ? ഓക്കെ, ആ ചോദ്യം ഇല്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം ചേട്ടന് ഇഷ്ടപ്പെട്ടത് ചേച്ചി എഴുതുക, ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ചേട്ടൻ എഴുതുക. എന്താണ് ചോറാണോ ഉദ്ദേശിക്കുന്നത്? അതോ ഇതാണോ മറ്റേ കറിയാണോ ചോറാണോ? ഭക്ഷണക്ക് ഇഷ്ടപ്പെട്ടത്. ഭക്ഷണക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എഴുതില്ല. ഞാൻ എഴുതി കാണിക്കട്ടെ. പറഞ്ഞോ? അല്ലേ സൈതാറിന് ഇഷ്ടമുള്ള ഫുഡ് ഏതാന്ന് പറഞ്ഞു. പക്ഷെ അത് പറയണ ഞാൻ. എനിക്ക് ഇഷ്ടമുള്ളത് ക്യാബേജ് തോരനും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ചോറും. അയ്യോ, തൈര് എഴുതിയ മുട്ട പൊരിച്ച് എഴുതിയില്ല. ചമ്മന്തി കറക്റ്റ് ആയിട്ട് മുട്ട പൊരിച്ചത് എനിക്ക് വേണം. മുട്ട പൊരിച്ചത് എനിക്ക് നിർബന്ധം. അത് തേങ്ങയിട്ട മുട്ട പൊരിച്ചത് തന്നെ വേണം. അരമാർക്ക് ചേച്ചി. പോട്ടെ, തൈരും ഇഷ്ടമാണ്. തൈരും ഇഷ്ടമോ? തൈര് ഇഷ്ടമല്ലേ? ഒരു മാർക്ക് എടുത്തോ. ഞാൻ പറയാം. അല്ലെ പറയാം. ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം പറ. ഞാൻ പറയണോ? അതെഴുതണോ? ചേച്ചി എഴുതണ്ട, ചേട്ടൻ എഴുതിയിട്ടുണ്ട്. ചേച്ചി പറഞ്ഞാ മതി. പറഞ്ഞാ മതി. എന്താ ഇഷ്ടം? എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് മീൻകറിയും ചോറും. ഞാൻ എഴുതിയിരിക്കുന്നത് ഉള്ളിവട. ഉള്ളിവട ഇഷ്ടം. ലൈം റൈസ്, നാരങ്ങച്ചോറ്. നാരങ്ങച്ചോറും ഇഷ്ടം, ഉള്ളിവട ഇഷ്ടം. ഇനിയുണ്ട് പറയാൻ. പൊങ്കല് കിട്ടാൻ വലിയ പാടാ. പൊങ്കല്. ഈ പൊങ്കലിന് എവിടൊക്കെ നടക്കണം അറിയോ? നമ്മൾ എന്ത് ചെയ്യും? അതാണ് കിട്ടൂല. അല്ല KFC വായിച്ചു കൊടുക്കാം. മാർക്കില്ല. അത് മാർക്കില്ല. എനിക്ക് ഭക്ഷണിക്ക് മാർക്ക് കൊടുത്തോ? കറക്റ്റാ. അല്ല, അതിന് മുട്ട പൊരിച്ചത് ഞങ്ങൾക്ക് 2 പേർക്ക് തന്നെങ്കിൽ പ്രശ്നം തീർന്നു. അല്ല, ഉള്ളിവട എനിക്ക് ജീവനാ. ഉള്ളിവട എനിക്ക് ഭയങ്കര കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്ക് തന്നെങ്കിൽ പ്രശ്നം തീർന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? 1 മാർക്ക് എനിക്ക്, 1 മാർക്ക് ഭക്ഷണിക്ക് കൊടുത്തു. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. 1 മാർക്ക് ഭക്ഷണിക്ക് കൊടുത്തു, 1 മാർക്ക് എനിക്ക് തന്നിരിക്കുന്നു. അതിന് അടുത്തത് യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം.
യാത്ര ചെയ്യാൻ ചേച്ചി എഴുതേണ്ടത് ചേട്ടന് ഇഷ്ടമുള്ളത്, ചേട്ടൻ ചേച്ചി. ബസ്സമ്മക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം. അല്ല, ഒരുമിച്ച്. ഓക്കെ അങ്ങനെ ചെയ്യാം. രണ്ടുപേർക്കും യാത്ര ചെയ്യാൻ, ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം. രണ്ടുപേരുടെ ഒന്നായിരിക്കണേ. ബസ്സമ്മക്ക് ഒരു സ്ഥലമല്ല എപ്പോഴും പോകുന്നത്. അത് എഴുതിയേക്കാം. ഇങ്ങനെ ക്ലൂ ഒന്നും കൊടുക്കാൻ പാടില്ല. എന്റെ കഴിയും. എന്താണ് ഞാൻ എഴുതിയത്? ഇരുട്ടി, പുള്ളിക്കാരുടെ സ്വന്തം വീട്. പിന്നെ ഇപ്പുറത്ത് യാത്ര ഇഷ്ടമല്ല. ചേച്ചി അതാ എഴുതിയെ. യാത്ര ഇഷ്ടമല്ല. പോണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകാനേ പറയൂ, ഇരുട്ടി പോകാനേ പറയൂ, വേറെ അങ്ങോട്ട് പറയില്ല. ഇനി എങ്ങനെ യാത്ര ചെയ്യണം കൂടി അതും പറഞ്ഞുതരാം. ട്രെയിൻ യാത്ര, നോ കാർ നോ ബസ്. ബസ് പോയാൽ മൂത്രം ഒഴിക്കണം, കാറിൽ പോയാൽ ശ്വാസം മുട്ടും, കാറിൽ പോയാൽ ശ്വാസം മുട്ടും. AC ഇട്ട് മുഴുവൻ ഡോറ് തുറന്നിടണം, എന്നാലേ പുള്ളിക്കാരി പോകുള്ളൂ. ഇവിടുന്ന് കിടത്തിയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഡിക്കില് സീറ്റൊക്കെ ഇട്ടിട്ട് ബെഡാക്കിയിട്ട് ഫുൾ ബെഡ് കിടത്തിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അടുത്തത് കഴിഞ്ഞ 7 ചോദ്യത്തിൽ നമ്മൾ എൻജോയ് ചെയ്തു ഈ ഒരു സെഗ്മെന്റ്. എനിക്ക് 7 മാർക്കും. സ്വയം പ്രഖ്യാപിത വിജയം. വായ്സമ്മക്ക് 7 3. സ്വയം പ്രഖ്യാപിത വിജയായി. എനിക്ക് 3 ക്യാബേജ് ചമ്മന്തി ഉണ്ട്, 4 ക്യാബേജ് ചമ്മന്തി വെച്ചോ? മുട്ടയില്ലാതെ എങ്ങനെ ക്യാബേജും ചമ്മന്തി? രണ്ടുപേരും വലിയ ഇതാവും. സജിത്തേടനും വത്സമേച്ചിയും തമ്മിൽ നടന്ന ഈ ഒരു മത്സരത്തിന്റെ തീപ്പാറുന്ന മത്സരത്തിന്റെ വിജയം അത് സ്വയം പ്രഖ്യാപിത വിജയിയായി സജിത്തേടൻ. എല്ലാവരും കൈയടിക്കുന്നു. അടുത്തത് കഴിഞ്ഞോ? എന്താണിത് പൂവൊക്കെ ആയിട്ട്? ഈ ഒരു പൂവിന്റെ പിറകിൽ ഒരു കാര്യമുണ്ട്. ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മീഡിയ ഭാരതിന്റെ ഇതുവരെയുള്ള ഓരോ ചാറ്റ് ഷോയുടെയും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാറുന്നത് ഇതിന്റെ അമരക്കാരായ നിങ്ങൾ രണ്ടുപേരും ഇതിനകത്തിയായി വരുമ്പോഴാണ്. അപ്പൊ സജിത്തേട്ടന്റെ ജീവിത സഖിയാക്കിയ വത്സമേച്ചിനെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത ആ ഒരു സീൻ ഉണ്ടല്ലേ, പ്രപ്പോസ് ചെയ്താന്ന് പറയാൻ പറ്റില്ല, ആ ഒരു അടിപൊളി ഡയലോഗ് ഉണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചതാണെങ്കിലും മീഡിയ ഭാരതത്തിന്റെ പ്രേക്ഷകർക്കായിട്ട് നമുക്കിപ്പോ ലൈവായിട്ട് കാണും. അത് മറ്റേതല്ല. ഇത് സമയം ഞാൻ പോവാ, സെറ്റിലാവുക. ഞാൻ കോഴിക്കോടേക്ക് പോവാ. എനിക്കിവിടെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം എനിക്കൊരു ജീവിതത്തിലൊരു പങ്കാളി വേണം. വരുന്നു എൻ്റെ കൂടെ. വരുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ പോവാണ്. ഞാൻ പോയവിടെ എനിക്കാണ് വീട്ടില് വേറെ ആരും ചിലപ്പം ഏതൊരു ആയുർവേദ ഡോക്ടറെ കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ഇതിപ്പോ അങ്ങനെയൊക്കെ തെറ്റിലായി പോകാം. അമ്മയുടെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. മരുന്നുണ്ടാവാ. ഇത്രയും കാലം എന്നെ അറിയാലോ. ബസ്സമ്മക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ വാ. ശരി, എങ്കിൽ ഞാനല്ലേ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു അതിമനോഹരമായിട്ടുള്ള ആ ഒരു രംഗം പറഞ്ഞു കേട്ടതിലും വെച്ച് എന്താ പറയാ, പറഞ്ഞു കേൾക്കുമ്പോ അങ്ങനെയാണ് എന്നല്ലേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇപ്പൊ അത് നേരിട്ട് കണ്ടല്ലേ, റിയൽ ആയിട്ട് കണ്ടു. അപ്പൊ അതിനുള്ള ഭാഗ്യം കൂടി എനിക്കും നമ്മുടെ ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും സിദ്ധിച്ചു അല്ലെ. അപ്പൊ ഒരുപാട് നന്ദി. ഇനി ഒരുപാട് വർഷം ഇങ്ങനെ 100 വർഷം ഇങ്ങനെ ഒത്തൊരുമയോടെ സന്തോഷത്തോടു കൂടി സജിത്തേടനും വത്സമ്മേച്ചിക്കും അച്ഛമോനും ഒക്കെ നല്ല സന്തോഷത്തോടു കൂടി എല്ലാ ഉയരങ്ങളും ഇങ്ങനെ കീഴടക്കി ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ.